നമസ്കാരം. സാർ, ഇപ്പോൾ കൊട്ടിക്കലാശം ഒക്കെ കഴിഞ്ഞു. കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുണ്ടെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് പാലക്കാടാണ്. ആ പാലക്കാടാണ് ഇനിയിപ്പോൾ ജനങ്ങൾ വിധി എഴുതാനായി പോകുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമായി പ്രത്യേകിച്ചും പാലക്കാട് വിധി എഴുതുന്നതിന് മുൻപ് വന്നൊരു വാർത്ത. BJP വക്താവ് സന്ദീപ് വാര്യർ ആ സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് BJP പാർട്ടി വിട്ടുകൊണ്ട് നേതാക്കളെ ഒക്കെ തന്നെ ഇന്നലെ വരെ ജയ് വിളിച്ചവരെ ഒക്കെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയി. വലിയൊരു വിവാദം തന്നെയാണ് അതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം കോൺഗ്രസിൽ നിന്നും സന്ദീപ് വാര്യരെ തന്നെ വിമർശിച്ച ഒരു നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹം നിശിതമായ വിമർശനം ഉയർത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്കടക്കം പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങളെ എടുത്തു പറഞ്ഞു, അക്കമിട്ട് തിരത്തിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇന്ന് അടയും ചക്കരയും പോലെ ഇരുവരും ഒരു വേദി പങ്കിടുന്ന ഒരു വാർത്തയാണ് മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടത്. അതിൽ സന്ദീപ് വാര്യർ ഇപ്പോ കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭംഗിവാക്ക്, തേൻപുരട്ടിയ ചില വാക്കുകളാണ് ഏവരും ശ്രദ്ധിക്കുന്നത്. അതായത് ആനയും കടലും മോഹൻലാലും ഇതൊക്കെ തന്നെ ഏവർക്കും കണ്ടിരിക്കാൻ തോന്നുന്നതാണ്. അതുപോലെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. ഈ പറഞ്ഞ വാക്കുകൾ അത്രയേറെ ആത്മാർത്ഥതയോടെയാണോ സന്ദീപ് വാര്യർ പറഞ്ഞത് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആനയും കടലും മോഹൻലാലും ഒക്കെ എത്ര വേണേലും കണ്ടിരിക്കാം. അതൊക്കെ ആപേക്ഷികമാണ്. ചിലർക്ക് മോഹൻലാൽ എന്ന നടനെ ഇഷ്ടമാണ്, ചിലർക്ക് മമ്മൂട്ടി എന്ന നടനെ ഇഷ്ടമാണ്. അത് ഓരോ പ്രേക്ഷകന്റെയും അവരുടെ മാനസികാവസ്ഥയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലിക്കുന്ന കാര്യമാണ്. എന്നാൽ മുരളീധരന്റെ കാര്യത്തിൽ അത്രയൊരു ഇഷ്ടം കേരള ജനതയ്ക്കുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുരളീധരൻ ഇതുവരെ മത്സരിച്ചത് 14 തെരഞ്ഞെടുപ്പുകളിലാണ്. ഇത്രയേറെ മത്സരിക്കാൻ അവസരം കിട്ടിയ വേറൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല. ഈ 14 തവണ മത്സരിച്ച മുരളീധരൻ ആകെ വിജയിച്ചത് 6 തവണ മാത്രമാണ്. തോറ്റ 3 തെരഞ്ഞെടുപ്പുകളിൽ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തെരഞ്ഞെടുപ്പുകളിലെ ഒരു സ്ഥിരം താരം തന്നെയാണ് മുരളീധരൻ എന്നതിൽ സംശയമില്ല. പക്ഷെ തോൽവിയാണ് മുരളീധരന് കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ ഇലക്ഷൻ സ്റ്റാർ, ഒരു ഇലക്ഷൻ സ്റ്റാർ ഏത് തരത്തിലാണ് എന്നത് മാത്രമാണ് അവിടെ തർക്ക വിഷയം. മുരളീധരൻ നിശ്ചിതമായ വിമർശനങ്ങളാണ് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ആദ്യം ഉയർത്തിയത്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, സന്ദീപ് വാര്യരെ പോലൊരു നേതാവ് പാർട്ടിയിലേക്ക് വരുമ്പോൾ താനൊരു മുതിർന്ന നേതാവാണ് എന്ന ഭാവം കെ മുരളീധരനുണ്ട്. മുരളീധരനുമായി കൂടിയാലോചനകൾ പാർട്ടിയുടെ നേതാക്കൾ നടത്തിയില്ല. പ്രത്യേകിച്ച് സതീശനോടും സുധാകരനോടും ഒക്കെ കൃത്യമായ അകലം പാലിക്കുന്നുണ്ട് കെ മുരളീധരൻ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വ മോഹം പോലും കെ മുരളീധരനുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ അവതരിപ്പിച്ചപ്പോൾ ആദ്യം ചില വിമർശനങ്ങൾ തന്നെയാണ് കെ മുരളീധരൻ ഉയർത്തിയത്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ. പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തത് നമ്മൾ കണ്ടു. വയനാട്, മറ്റ് മണ്ഡലങ്ങൾ, ചേലക്കര വരെയും വന്നു. പക്ഷെ പാലക്കാട് കെ മുരളീധരന്റെ സാന്നിധ്യം അത്ര പ്രകടമായിരുന്നില്ല. ഇതിനിടയിലാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് നേതാക്കൾ പൊക്കിയെടുത്ത് ഹൈജാക്ക് ചെയ്ത് പാളയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വിവരവും മുരളീധരനുമായി പങ്കുവച്ചില്ല. ഇക്കാര്യങ്ങളിലൊന്നും മുരളീധരനെ ഇടപെടിപ്പിച്ചില്ല. ഇതിന്റെ ഒരു അനിഷ്ടം അദ്ദേഹം പ്രകടിപ്പിച്ചു. മുരളീധരൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം സന്ദീപ് വാര്യർ നാളെ തിരിച്ചു പോകുമോ എന്ന ആശങ്ക തന്നെയാണ് മുരളീധരൻ പങ്കുവച്ചത്. അതിൽ യാഥാർത്ഥ്യ ബോധമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. അതിന് ഒരു സമയം കിട്ടിയപ്പോൾ തിരികെ സന്ദീപ് വാര്യർ ഒരു പണി കൊടുത്തു. എത്ര കണ്ടാലും മതി വരാത്ത ഒരു നേതാവ്, എത്ര തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ് പിന്നോട്ട് വാങ്ങിയാലും വീണ്ടും മുന്നോട്ട് വരുന്ന ഒരു നേതാവ്, ആ തരത്തിൽ അതിനെ എടുത്താൽ മതി. എന്തായാലും സന്ദീപ് വാര്യർ ഒരു മാൻഡ്രേക്കാണോ എന്ന് ചോദിച്ച് ഇന്നലെ ഒരു ചാനലിൽ ചർച്ച കണ്ടു. മറ്റ് നിരവധി സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ പരിഹാസമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് നേരെ ഉയരുന്നത്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, രാഷ്ട്രീയപരമായുള്ള ഒരു നിലപാടില്ലായ്മ. സന്ദീപ് വാര്യർ താൻ നിന്ന പ്രസ്ഥാനത്തിലെ നേതാക്കളോടുള്ള അനിഷ്ടം കൊണ്ടാണ് അവിടെ നിന്ന് താൻ ഇറങ്ങുന്നതെന്നും കോൺഗ്രസിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശ്രമിക്കുന്നതെന്നും പറഞ്ഞിരുന്നെങ്കിൽ സന്ദീപിന് ഇപ്പോഴുള്ള ഈ പരിഹാസം കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇത്രകാലം BJPയിൽ ഗതിമുട്ടി അളമുട്ടി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഇടയ്ക്ക് താൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി ഇപ്പോൾ കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയിലെത്തി എന്നൊക്കെ സന്ദീപ് വാര്യർ വിശദീകരിക്കുമ്പോൾ അത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ അടക്കം പരിഹസിക്കുന്നതാണ്. മോദിയെ അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ ഒക്കെ പരിഹസിക്കുന്നതാണ്. തൊട്ടിപ്പുറത്ത് ധാരാളം വിമർശനങ്ങൾ കെ സുരേന്ദ്രനെതിരെ എല്ലാ ദിവസവും എന്നതുപോലെ നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവർ ഉയർത്തുന്നുണ്ട്. പാർട്ടിയുടെ അതിന് നിരവധി നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സുരേന്ദ്രനെയും സംഘത്തെയും ഉന്നം വയ്ക്കാറുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പല പ്രയോഗങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് ഒരു ഉൾപാർട്ടിയിൽ
കൂടുതൽ ശുദ്ധീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന് വിരുദ്ധമായി അധികാരമോഹത്താൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു അവസരവാദിയുടെ ഇമേജാണ് ഇപ്പോൾ വാര്യർക്ക് വന്നിരിക്കുന്നതെന്ന് വ്യക്തം. നിലവിൽ നമുക്ക് ഇതിന് മുന്നേ തന്നെ ഉദാഹരണങ്ങളുണ്ട്. പി സരിൻ എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായത് എന്നുള്ളത് നമുക്കറിയാം. ഒരു ന്യായീകരണമുണ്ട്. അവിടെ നിന്ന് ഇപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നാണ്. ഒരു സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്ത് പിടിച്ചുകൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് അടുത്ത പാളയത്തിലേക്ക് പോവുക സ്വാഭാവികം. പക്ഷെ സരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. അതെ, അന്ന് UDF ക്യാമ്പ് അർമാദിക്കുകയായിരുന്നു. പി സരിന്റെ പഴയകാല പ്രയോഗങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടിയത്. ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിലുള്ള പോര് തുടങ്ങി എത്രയെത്ര ഉദാഹരണങ്ങൾ. അന്ന് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചത്, അതൊക്കെയാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത്. അതിൽ കുറച്ച് വാസ്തവമുണ്ട്. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പി സരിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ടെത്തപ്പോൾ LDF നേരിടേണ്ടി വന്ന പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. LDF അവിടെ സ്ഥാനാർത്ഥിയില്ലേ, ഇന്നലെ വന്നവന് സീറ്റ് കൊടുത്തു, ഇത്രയും കാലമുള്ള നേതാക്കൾക്കൊന്നും തന്നെ അവസരം കൊടുത്തില്ല, ഇങ്ങനെയുള്ള വിമർശനങ്ങൾ CPM കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ ജനാധിപത്യപരമായി നോക്കുക, തിരഞ്ഞെടുപ്പാകുമ്പോൾ വീറും വാശിയും കൊണ്ട് അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റിനെ ആയിരിക്കും ഞങ്ങൾ ഇറക്കുക എന്ന രീതിയിലൊക്കെ ക്യാപ്സ്യൂളുകൾ അന്ന് CPM ഇറക്കിയതാണ്. ഇതേ CPM ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ, അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഏറ്റവും അധികം സമനില തെറ്റുന്ന രീതിയിലൊക്കെ തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോൾ ഇതേ ജനാധിപത്യ മൂല്യങ്ങളൊന്നും തന്നെ കോൺഗ്രസിന് ഇല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തുകൊണ്ട് BJP-യിൽ നിന്നും CPM വരണം, കോൺഗ്രസിലേക്ക് പോയിക്കൂടാ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? ഇതിലെ രാഷ്ട്രീയം നമ്മൾ തിരയണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് BJP-ക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു പാലക്കാട്. സാക്ഷാൽ മെട്രോമാൻ ശ്രീധരനെ അവിടെ മത്സരിപ്പിക്കുന്നു. മോദി അടക്കം അന്ന് ഈ ശ്രീധരൻ വിജയിച്ചു വരും, കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ അന്ന് പുകഴ്ത്തിയതാണ്. അന്ന് ശ്രീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് ഏക പ്രതീക്ഷ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ്, വളരെ ഉജ്ജ്വല പ്രാസംഗികൻ, പ്രാദേശിക ബന്ധങ്ങളുള്ള പാലക്കാട്ടുകാരൻ. അങ്ങനെ ഷാഫി അവിടെ അവതരിപ്പിക്കുന്നു. എങ്കിലും ഷാഫി പറമ്പിലിനെ ഈ ശ്രീധരൻ വെള്ളം കുടിപ്പിച്ചു എന്നത് വാസ്തവമാണ്. കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ശ്രീധരൻ വിജയിച്ചാണ്. ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM വോട്ടുമറിച്ചു. ഷാഫി പറമ്പിലിന് വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ LDF അറിവോടെ തന്നെ മറിച്ചു എന്ന് അന്ന് ഉയർന്ന ആരോപണമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു. അന്ന് ഷാഫി പറമ്പിലിനെ രക്ഷപ്പെടുത്തിയത് പിണറായി വിജയൻ സംഘമാണെങ്കിൽ ഇന്ന് ഷാഫി പറമ്പിലിന് ഒരു പക്ഷേ വിനയാകാൻ സാധ്യതയുള്ളത് അവരുടെ പക്ഷം തന്നെയാകും. ഇവിടെ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യണം. സന്ദീപ് വാര്യർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു വരേണ്യ വർഗം. പാലക്കാട്ടെ ന്യൂനപക്ഷ വോട്ടുകൾ ശക്തമായ ഒരു ഏരിയ തന്നെ, ഒരു മണ്ഡലം തന്നെയാണ്. അവിടേക്ക് ഒരു സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നു. സന്ദീപ് വാര്യർ വരുമ്പോൾ അതിന് ചില ജാതീയമായ പ്രശ്നങ്ങളുണ്ട്, ചില വർഗീയമായ ചേരിതിരിവുകളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ പാണക്കാട്ടേക്ക് ഈ സന്ദീപ് വാര്യർ എന്ന ചാനലുകളൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെ മാൻഡ്രക്കിനെ കൊണ്ടുപോയി ഇരുത്തിയത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ, ആ തറവാട്ട് മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. അവരെല്ലാം കൂടെ എടുത്ത് അകത്ത് വെച്ചു. ഇവരെല്ലാം കൂടെ ചുറ്റും കൂടിയിരുന്ന് കഥ കടച്ച് എന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം പുറത്തു വന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സന്ദീപ് വാര്യർ പറഞ്ഞത്, ഇതുപോലെ മഹത്വമുള്ള ഒരു കുടുംബം താൻ കണ്ടിട്ടില്ല. മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ കുടുംബമാണ്. ഈ മലപ്പുറവും പാണക്കാട് കുടുംബവും തമ്മിലുള്ള DNA കുറിച്ച്, പൂക്കൾക്കൊടി, അദ്ദേഹത്തിന് പാണക്കാട് കുടുംബവുമായുള്ള പൂക്കൾക്കൊടി ബന്ധത്തെക്കുറിച്ച്, കുഞ്ഞാലിക്കുട്ടി എന്ന അതിമാനുഷികനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച്, ഈ കുഞ്ഞാലിക്കുട്ടിയുടെ വിനയത്തെക്കുറിച്ച് ഇത്ര വാതോരാതെ സംസാരിക്കുമ്പോൾ അതിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന്, UDF എക്കാലത്തും മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു വികാരം UDF ശക്തമാണ്. അത് മുൻപ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ 2021 പിണറായി വിജയൻ അനുകൂലമായി ജനം വിധി എഴുതി എങ്കിൽ അതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇന്ന് ലീഗിന്റെ ഒരു അപ്രമാദിത്വം, കേരള കോൺഗ്രസിന്റെ തളർച്ച, മറ്റൊരുപാട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്കാണ് ഈ പാണക്കാട്ടേക്ക് ഈ സന്ദീപ് വാര്യരെ കൊണ്ടുപോയി വെക്കുന്നതും പുറത്തു കൊണ്ടുവന്ന് ലീഗിനെ പുകഴ്ത്തിപ്പിക്കുന്നതുമൊക്കെ. ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF അത് ചെയ്തതെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കാരണം ന്യൂനപക്ഷം സന്ദീപ് വാര്യരുടെ വാക്കുകൾ അത്ര പെട്ടെന്ന് മറക്കത്തില്ല. കാരണം അത്ര രൂക്ഷമായിരുന്നു ആക്രമണങ്ങൾ. ചാനലുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ വളരെ ടയറൊക്കെ എടുത്ത് കഴുത്തെ ചുറ്റി കത്തിക്കണം തുടങ്ങി എന്തെല്ലാം പ്രയോഗങ്ങൾ. പക്ഷെ ഇവിടെ UDF മറ്റൊരു അബദ്ധം കൂടി പറ്റി. പാണക്കാട് കൊടപ്പനക്കൽ തറവാട് മാത്രമല്ലല്ലോ കേരളത്തിലെ സാമുദായിക നേതാവിന്റെ വീട് അല്ലെങ്കിൽ ആസ്ഥാനം.
മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് ചെന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ മറ്റ് സമുദായങ്ങൾ ശക്തമായി ഉയർത്തുന്നു. ഹൈന്ദവർക്കിടയിൽ ഇത് വലിയ സംസാരമായി. ഒടുവില് കക്ഷത്തിൽ ഇരുന്നത് പോകുകയും ചെയ്തു, ഉത്തരത്തിൽ ഇരുന്നത് കിട്ടാനും പോകുന്നില്ല എന്ന അവസ്ഥയിൽ കോൺഗ്രസ് എത്തിയോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ മറ്റൊരു തലം സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്ന ആ രാത്രിയും പിന്നീടുള്ള പകലുമൊക്കെ കേരളം പൊതുവെ ചർച്ച ചെയ്തത് BJP-യിൽ അടപടലം, ഒരു വിഭാഗം വേർപിരിഞ്ഞ് കുറെ കൗൺസിലർമാരടക്കം C. കൃഷ്ണകുമാറിനെ തള്ളിപ്പറഞ്ഞ് UDF-ന് വോട്ട് ചെയ്യുമെന്നാണ്. പക്ഷെ അതൊരു ഇല്ല പോലും പൊഴിഞ്ഞില്ല സന്ദീപ് വാര്യരുടെ കടന്നുവരവ്. സന്ദീപ് വാര്യർ പോകുന്നതിൽ പിന്നെ ആ BJP സ്ട്രക്ചർ കൂടുതൽ ശക്തമായി, അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ കൂടുതൽ ആവേശം. സോഷ്യൽ മീഡിയയിൽ ഈ സന്ദീപ് വാര്യർക്കെതിരെ വരുന്ന പരിഹാസത്തിന് കയ്യും കണക്കുമില്ല. സന്ദീപ് വാര്യരുടെ പേജിൽ മുഴുവൻ BJP ഫോളോവേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ BJP ഫോളോവേഴ്സ് ഗണ്യമായി കുറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ഓടിച്ചെന്ന് സന്ദീപ് വാര്യരുടെ പേജിൽ ഫോളോ ചെയ്ത് ആ പേജിനെ ബൂസ്റ്റ് ചെയ്ത് ഇമേജ് നിലനിർത്തണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ കോൺഗ്രസ്സുകാർ അലറി വിളിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഈ കൊണ്ടുവന്ന മുഴുവൻ ടെമ്പോയും കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയോ എന്നുകൂടി നമ്മൾ ഇവിടെ തിരയേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയ ചർച്ച മാറിപ്പോയി. എല്ലാം സന്ദീപ് വാര്യരിലേക്ക് വന്നു. എല്ലാം കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക്, പാണക്കാട് തറവാട്ടിലേക്ക് വന്നു. അപ്പോൾ പാണക്കാട് തറവാട്ടിനെ എടുത്ത് പാലക്കാട് നെഞ്ചത്ത് കൊണ്ടുപോയി വെച്ച അവസ്ഥയായി UDF-ന്. ഇത് എത്രമാത്രം വോട്ടിങ്ങിൽ പ്രതിഫലിക്കും? ഒന്നാമത് പാണക്കാട് തറവാടുമായി മാനസികമായി അകലമുള്ള വലിയൊരു വിഭാഗമുണ്ട് ഈ മുസ്ലിം സമുദായത്തിൽ. അത് നമ്മൾ സമസ്തയുടെ വിമർശനങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. നമ്മുടെ മുക്കം ഫൈസിയൊക്കെ വളരെ രൂക്ഷമായ രീതിയിലാണ് പാണക്കാട് കുടുംബത്തെ പലപ്പോഴും വിമർശിക്കാറുള്ളത്. മറ്റ് ഒരുപാട് കോണുകളിൽ നിന്ന്, മുസ്ലിം സമുദായത്തിന്റെ മറ്റ് സംഘടനാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ കുടുംബത്തിന് നേർക്ക് അല്ലെങ്കിൽ ലീഗിന് നേർക്ക് ധാരാളം ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഇത്തരമൊരു വിവാദത്തിൽ ചെന്ന് അകപ്പെടണമായിരുന്നോ കോൺഗ്രസ് എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ്. ഒരു നേതാവിനെ പൊക്കിയെടുത്തു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആവേശകരമാണ്. പ്രത്യേകിച്ച് BJP-യുടെ ഒരു വലിയ മുൻനിര വക്താവിനെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട്, ഇപ്പൊ സുരേന്ദ്രൻ പറയുന്ന പോലെ ഒരു ചീള് നേതാവ് അല്ലെങ്കിൽ പ്രാദേശിക നേതാവ് എന്നൊന്നും സന്ദീപിനെ നമുക്ക് ഇകഴ്ത്താൻ കഴിയില്ല. സന്ദീപിന്റേതായ സ്ഥാനം ചർച്ചകളിൽ BJP-യുടെ മുഖം തന്നെയായിരുന്നു ആയിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയമായി UDF-ന് ഗുണം ചെയ്യുമോ എന്നിപ്പോൾ പറയുക വയ്യ. ഗുണം ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് പോലെ ഒരു ഗതികേടിലായി. കാരണം ഒരു ഷുവർ ബെറ്റിൽ നിൽക്കുകയായിരുന്നു UDF. പാലക്കാട് രാഹുൽ ഏറെക്കുറെ വിജയിച്ചു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ ഘട്ടം, ആ നീല ട്രോളി വിവാദം, അതിനു മുമ്പിൽ മറ്റ് നിരവധി വിവാദങ്ങൾ കുത്തിപ്പൊക്കി എല്ലാം കെട്ടടങ്ങി, എല്ലാം UDF-ന് അനുകൂലമായി ഇടതുപക്ഷം ഏറെക്കുറെ തേഞ്ഞൊട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. BJP-യിലെ പടലപ്പിണക്കുകൾ വളരെ ശക്തമായി പൊതുജനം എടുത്തിട്ട് അലക്കുകയായിരുന്നു. C. കൃഷ്ണകുമാറിനെതിരെ പോലും ഈ സന്ദീപ് വാര്യരുടെ ദയനീയമായ വിമർശനങ്ങൾ, ആ ദയനീയമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അത് BJP പ്രവർത്തകർക്കിടയിൽ വലിയ വേദന ഉണ്ടാക്കിയിരുന്നു. അവിടെ പ്രവർത്തനം പൂർണ്ണമായി മന്ദീഭവിച്ച നിലയിലായിരുന്നു. പല കൗൺസിലർമാരും നിശബ്ദരായിരുന്നു. അതെല്ലാം കുത്തിയിളക്കി വീണ്ടും C. കൃഷ്ണകുമാറിന് അനുകൂലമായ ഒരു തരംഗം BJP-യിൽ, പൊതു സമൂഹത്തിനിടയിലല്ല, BJP-യിൽ ഉണർത്തിയെടുക്കാൻ ഇതുവഴി കഴിഞ്ഞോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് BJP-ക്കകത്ത് ഈ ഉൾപാർട്ടി ജനാധിപത്യം പറയുന്നുണ്ട്. ഒപ്പം നന്നായി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് മുകളിലേക്ക് കടന്നു വരാൻ വലിയ നേതാക്കൾ അവസരം നൽകുന്നില്ല എന്ന് സന്ദീപ് പറയുന്ന ഇതേ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവരെയൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് അടർത്തിയെടുക്കാമെന്നൊരു തന്ത്രമായിരിക്കാം, ഒരു സമവാക്യമായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ് പയറ്റിയത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ തന്നെയുള്ള ചില വസ്തുതകൾ, അവസാനത്തെ ചില നീക്കങ്ങൾ, ഇത് വിൻ സിറ്റുവേഷനിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെ കണക്കൂട്ടേണ്ടിയിരിക്കുന്നു. അതെ, രാഹുൽ ഏറെക്കുറെ വിജയിച്ച് നിൽക്കുകയായിരുന്നു പാലക്കാട്. കാരണം ഒന്ന് BJP-യുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇപ്പോൾ ആഭ്യന്തര പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുന്നു. ആ BJP വീണ്ടും കത്തിക്കൂടി. സുരേന്ദ്രന്റെ മാധ്യമ സമ്മേളനങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോയ്ക്ക് ലൈക്കോ ഷെയറോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 ദിവസം K. സുരേന്ദ്രന്റെ മാധ്യമ സമ്മേളനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു. യൂട്യൂബിലൊക്കെ അത് വലിയ വൈറലാകുന്നു. ശക്തമായ ഭാഷയിൽ അദ്ദേഹം മറുപടി പറയുന്നു. തിരിച്ച് കോൺഗ്രസിന്റെ ആക്രമണം ശക്തമാണ്. ഈ ഇടതുപക്ഷവും
BJPയും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പിച്ചു പറയാൻ സന്ദീപിന് കഴിഞ്ഞു എന്നത് കോൺഗ്രസിന് ആത്മവിശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്, UDFന് ആത്മവിശ്വാസം കിട്ടുന്ന ഒരു കാര്യം. പക്ഷെ അത് പഴയ ഒരു തിയറിയാണ്, പഴയ ആശയമാണ്. അതിലൊരു സന്ദീപിന്റെ വരവോടുകൂടി ഒരു പുതുമയൊന്നും അവകാശപ്പെടാനില്ല. അത് കൊടകര കുഴൽപ്പണവും കരുവന്നൂർ കേസും ഇവിടേക്ക് കടന്നു വരുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ഇതെല്ലാം തമ്മിൽ കൂട്ടിക്കെട്ടി ഈ ആരോപണം നേരത്തെ മുതലുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, BJPക്ക് ഏറ്റവും അധികം വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റാണ് ആ പാർട്ടിയുടെ പടലപ്പിണക്കങ്ങളും ഒരു അവിശുദ്ധ നീക്കങ്ങളും കാരണം ഒടുവിൽ തൊലച്ചടുക്കിയത്. സന്ദീപ് വാര്യർ സ്വാർത്ഥതയിലാണ് പറഞ്ഞത് സുരേന്ദ്രനോ ശോഭ സുരേന്ദ്രനോ മത്സരിച്ചാൽ പാലക്കാട് വിജയിക്കാമെന്ന്. കാരണം പ്രാദേശികമായ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് C. കൃഷ്ണകുമാർ. ഒരു പ്രാദേശിക നേതാവ് എന്നുള്ള നിലയിൽ ഒരുപാട് ശത്രുക്കളുണ്ട് അവിടെ, ഒരുപാട് അസംതൃപ്തരുണ്ട്. അവർക്കിടയിൽ മറ്റൊരാൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഭദ്രമായി BJPക്ക് വിജയിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇക്കുറി UDF LDF തമ്മിൽ വലിയ ശത്രുതാഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയല്ല ഇപ്പോൾ. അപ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നത് ഒരു പക്ഷേ BJPയുടെ വലിയൊരു രാഷ്ട്രീയ പ്രവേശനം കൂടി ആയിരിക്കുമെന്ന് K. സുരേന്ദ്രൻ പറയുന്നുണ്ട്. അതായത് 26ലേക്കുള്ള ഒരു ട്രയൽ റൺ എന്ന രീതിയിലാണ് അവർ നോക്കി കാണുന്നത്. ഇത്തവണ BJPക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ അവിടെ കഴിയുമോ? ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല, ഒന്നും പ്രവചനത്തിനതീതമാണ് അവിടുത്തെ കാര്യങ്ങള്. BJPക്ക് ഒരു വ്യക്തമായ സാധ്യത ഉണ്ടായിരുന്നു. അത് BJPയുടെ നേതൃത്വം അത് തന്നെയാണ് എല്ലാ സമയങ്ങളിലും കേരളത്തിൽ കാണുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് 8 കാലി മമ്മൂഞ്ഞ് കളിക്കുകയാണ് K. സുരേന്ദ്രൻ എന്ന ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവർ പരിഹസിക്കുന്നതിന് പിന്നിൽ ഇവരുടെയൊക്കെ ദാരിദ്ര്യമാണ്. എന്തുകൊണ്ട് സന്ദീപ് വാര്യരെയും അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിയിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട്, ശോഭ സുരേന്ദ്രനെ പോലെ, ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചൊരു വലിയ പ്രസ്ഥാനമാക്കി കേരളത്തിലെ BJP എന്തുകൊണ്ട് സുരേന്ദ്രൻ നിലനിർത്തിയില്ല? സുരേന്ദ്രൻ അതിന് ഒരു കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം ഒളിച്ചോടുകയാണ് സുരേന്ദ്രൻ ചെയ്തത്. ഔദ്യോഗിക ഗ്രൂപ്പ് എന്ന പേരിൽ സുരേന്ദ്രനും V. മുരളീധരനും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരെ ഒറ്റപ്പെടുത്തി മറുഭാഗം കൂടുതൽ ശക്തമാകുന്നു. ഇവിടെ ഒരു പ്രശ്നം, ഏത് നേതാവിനും ഡൽഹിയിൽ ഒരു പാലമുണ്ടെങ്കിൽ അവർക്ക് ശക്തരായി കേരളത്തിൽ നിൽക്കാം. ആ ഒരു ആത്മവിശ്വാസം ശോഭ സുരേന്ദ്രനുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭ ഒരു കരുത്തുള്ള നേതാവാണ്, കരുത്തുള്ള ഒരു വനിതാ നേതാവാണ്. ഇവിടെ സുരേന്ദ്രൻ വിചാരിച്ചാലൊന്നും ശോഭയെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ശോഭ സുരേന്ദ്രന് കേന്ദ്രത്തിൽ നല്ല പിടിപാടുണ്ട്. അതിന്റെ ഒരു ആത്മവിശ്വാസം അവർക്ക് ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ ആനന്ദബോസിനെ പോലൊരാൾ പശ്ചിമ ബംഗാളില് ഒരു ഗവർണറായി പോകുമ്പോൾ ആ വിവരം ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വം പോലും അറിയാതെ പോയത്. അപ്പൊ കേരളത്തിലെ BJP നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ഈ പാർട്ടി ഇവിടെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ വലിയ സാധ്യത അവർക്ക് മുന്നിലുള്ളത്. ഇടതുപക്ഷത്തിനോട് വലിയ ഒരു അസംതൃപ്തി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിലുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. അവർ വലിയ തോതിൽ അവരുടെ വിശ്വാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗം BJPയോട് NDAയോട് അടുക്കുന്ന കാഴ്ച. വരുന്ന നിയമസഭ ഒരു പക്ഷേ UDFന് അവകാശപ്പെടാൻ കഴിയും. 2026 UDF തന്നെ വിജയിക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ. അങ്ങനെ വരുന്നത് BJPയെ സംബന്ധിച്ചൊരു സുവർണ കാലഘട്ടമാണ്. കാരണം അവിടെ ഇപ്പോൾ നമ്മൾ കണ്ട പാണക്കാട് കുടുംബം പോലെ മുസ്ലിം ലീഗിന്റെ കൂടുതൽ പ്രാധാന്യം ഈ UDF ഭരണത്തിലുണ്ടാകും. അത് ഒരുപാട് അസംതൃപ്തികൾക്ക് ഇടവരുത്തും, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗങ്ങൾക്കുള്ളിൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് മുനമ്പം പ്രശ്നം, വഖഫ് പോലുള്ള പ്രശ്നങ്ങൾ. ഇതിലൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു ഫ്രാക്ഷൻ, എല്ലാം എന്ന് നമുക്ക് പറയുകയായി ഒരു ഫ്രാക്ഷന്റെ നിലപാട്. കാസ പോലെയുള്ള സംഘടനകൾ BJPക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന കാഴ്ച. അപ്പോൾ UDF കളത്തിൽ ഭരിക്കാൻ ഇറങ്ങിയാലും ലീഗ് അവർക്കൊരു ബാധ്യതയാവാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ BJPക്കുള്ള അവസരമാണ് കേരളത്തിൽ തുറന്നു കിട്ടുക. കാരണം ഇടതുപക്ഷത്തേക്ക് ഈ 10 വർഷത്തെ ഭരണകാലഘട്ടം ഇടതുപക്ഷത്തിന്റെ അടിത്തറ വരെ ഇളക്കി കളഞ്ഞു. ഈ ഒരു സുവർണ കാലഘട്ടം ഉപയോഗിച്ച് 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കാര്യമായി സീറ്റ് നേടാനോ ഭരണത്തിൽ വരാനോ ഉള്ള സാധ്യത BJPയുടെ മുന്നിലുണ്ട്. അതാണ് അവർ തുലച്ചെടുക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ BJPയെ സംബന്ധിച്ച് തങ്ങളുടെ രാഷ്ട്രീയ മേഖലയിൽ കിട്ടിയ ഏറ്റവും വലിയ സുവർണാവസരമായിരുന്നു. അത് ഈ പടിക്കൽ കൊണ്ടുപോയി കലമുടച്ചു എന്നാൽ BJPയെ സംബന്ധിച്ചാൽ വലിയ നഷ്ടം തന്നെയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടി. 20% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായി BJP വളർന്നു വരുന്നുണ്ട്. അപ്പോ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത് നേട്ടം കിട്ടുമെന്ന ഒരു ധാരണയിൽ ഉണ്ടായിരുന്നു. ഇനി സന്ദീപ് വാര്യർ ഈ ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് പോയത് എന്തായിരുന്നാലും പാലക്കാട് സീറ്റ് കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പകരം സരിന്റെ ഒറ്റപ്പാലം ഇത് ലക്ഷ്യം വെച്ചാണ് സന്ദീപ്
ഇവിടത്തേക്ക് കളം മാറ്റി ചവിട്ടിയത് എന്നൊരു സ്വരം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൂടാതെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും ഇടതുപക്ഷത്തിന് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇടതുപക്ഷം ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേട്ടം വിജയിക്കില്ല, പക്ഷെ ഒരു ചെറിയ രാഷ്ട്രീയ നേട്ടം അവർക്കുണ്ടായി. സന്ദീപ് വാര്യരുടെ കടന്നുവരവും തുടർന്ന് ഈ പാണക്കാട് വിഷയവും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിക്കും കഴിഞ്ഞു. മുഖ്യമന്ത്രി പാണക്കാട് തറവാടിന്റെ പേര് ഇന്നലെ പറഞ്ഞത് വളരെ ബോധപൂർവമാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഏജന്റ് എന്നുള്ള നിലയിൽ സന്ദീപ് വാര്യരെ അവതരിപ്പിച്ചതും ബോധപൂർവമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഹിന്ദു അടിത്തറ നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു പിണറായി വിജയന്റെയും പാർട്ടിയുടെയും മുഖ്യ ലക്ഷ്യം. അതുകൊണ്ടാണ് ചില നിലപാടുകൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായെടുത്ത്. PV അൻവർ തുടങ്ങി വെച്ച പോര് പോലും അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷം മുഖ്യമായി പ്രതീക്ഷിക്കുന്നത് ആ നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ലക്ഷ്യമാണ്. ഇവിടെ സന്ദീപ് വാര്യർ എന്ന ഈ ട്രോഫി കൊണ്ടുവന്ന് പാണക്കാട് കൊണ്ടുപോയി ഇരുത്തി പുറത്തു കൊണ്ടുവന്ന് ഇത്തരം നാടകങ്ങളൊക്കെ കളിക്കുമ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ ഭാഗം കൂടുതൽ കരുത്തുള്ളതാകുന്നു. ആരോപണങ്ങൾ ശക്തമായി വരും മറുവശത്ത്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ചോരാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുപക്ഷെ പിണറായിക്കും അറിയാം. ഇവിടെ നഷ്ടപ്പെടുന്ന ആത്യന്തികമായി UDF-നും LDF-നുമാണ്. അവരുടെ കയ്യിലിരുന്ന വലിയ ഒരു വോട്ട് ബാങ്കാണ് ഇപ്പോൾ കളഞ്ഞു കുളിക്കുന്നത്. സന്ദീപ് വാര്യർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ എന്നെ തിരക്കി ഒരു ഇന്നോവ വന്നേക്കാം. ആ ഇന്നോവ പറഞ്ഞയക്കുന്നത് സുരേന്ദ്രനാണെങ്കിൽ അത് ഓടിച്ചു വരുന്നത് MP രാജേഷ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതൊക്കെ ഇത്തിരി ആലങ്കാരികമായി നമുക്ക് എടുക്കാം. എന്തായാലും സന്ദീപിനെ ഏറെ പ്രതീക്ഷിച്ചിരുന്നു LDF. CPM വലിയ ചർച്ചകളൊക്കെ നടത്തി സന്ദീപിനെ കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് വലിയ ഓഫർ, ഒറ്റപ്പാല സീറ്റ് ഓഫർ ചെയ്തിട്ട് രായ്ക്ക് രാമാനും കോൺഗ്രസ് അടിച്ചുകൊണ്ട് പോയത്. എന്തായാലും സന്ദീപ് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഇന്നോവയുടെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ഇന്നോവ വന്നാലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും സന്ദീപിൽ നിന്ന് കിട്ടാനും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സന്ദീപിന് എന്തോ ഒരു ഭയമുണ്ട്. കാരണം BJPയെ കുറിച്ച് ആദ്യം പറഞ്ഞിടത്ത് പിന്നെ നിർത്തി, ഇനി അങ്ങോട്ട് ആക്രമണത്തിനില്ല, നന്നാക്കാനില്ലെന്നൊക്കെയാ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും തിരഞ്ഞെടുപ്പ് അത് തന്നെയായിരിക്കും ജനങ്ങൾ വിധി എഴുതുന്നത്. എന്തായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. നന്ദി, നമസ്കാരം.